ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് thermal stresses in composite parts. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് thermal stress? നമ്മളൊരു ബോഡിയിലേക്ക് ഒരു ടെമ്പറേച്ചർ ആക്ട് ചെയ്യുമ്പോൾ ആ ബോഡിക്ക് എക്സ്പാൻഷൻ അല്ലെങ്കിൽ കൺട്രാക്ഷൻ സംഭവിക്കുന്നു. അതിനെ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ബോഡിയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് എന്ത് thermal stresses എന്ന് പറയുന്നത്. Thermal stresses in composite bars. A compound bar is made up of two bars of different materials perfectly joined together. ഒരു കോമ്പൗണ്ട് ബാർ എന്ന് പറഞ്ഞാൽ രണ്ട് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് കൊണ്ട് പെർഫെക്റ്റ്ലി ജോയിൻ ചെയ്തതാണ്. സോ ദാറ്റ് ഡ്യൂറിങ് ടെമ്പറേച്ചർ ചേഞ്ച് ബോത്ത് ദ ബാർസ് എക്സ്പാൻഡ് ഓർ കൺട്രാക്ട് ബൈ ദ സെയിം എമൗണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അതിൽ എക്സ്പാൻഷനോ അത് എക്സ്പാൻഡ് ചെയ്യുകയോ സെയിം എമൗണ്ടിൽ തന്നെ അത് എക്സ്പാൻഡ് ചെയ്യുകയോ കൺട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നു. Next point, the coefficient of expansion of the two bars is different. ഈ രണ്ട് ബാഴ്സിലെയും കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്പാൻഷൻ ഡിഫറെൻ്റ് ആയതുകൊണ്ട് ആ രണ്ട് ബാഴ്സിലും thermal stresses ഡെവലപ്പ് ചെയ്യുന്നു. തേർഡ് പോയിന്റ്, കൺസിഡർ എ കോമ്പോസിറ്റ് ബാർ കൺസിസ്റ്റിംഗ് ഓഫ് two members of two materials. Let the composite bar be heated through some temperature. If the members are free to expand, no stresses will be induced in the members. ആ മെമ്പേഴ്സ് ഫ്രീലി എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ സ്ട്രെസ്സസ് ഒന്നും ഇൻഡ്യൂസ് ചെയ്യുന്നില്ല. But the two members are rigidly fixed and hence the composite bar as a whole will expand the same amount. Let P1 equal to P2. നമ്മൾ അറിഞ്ഞിരിക്കണം, ഈ ലോഡ് ഈ കോമ്പോസിറ്റ് ബാർ റിജിഡ്ലി ഫിക്സ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ലോഡ്സ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. സോ ഹിയർ P1 equal to P2, അതായത് സ്ട്രെസ് ഈക്വൽ ടു ലോഡ് ബൈ ഏരിയ എന്ന് നമുക്കറിയാം. സോ അതിൽ നിന്നും ഡിറൈവ് ചെയ്ത ഇക്വേഷനാണ് σ1 A1 equal to σ2 A2. നെക്സ്റ്റ് ആൻഡ് തേർഡ് പോയിന്റ് നോക്കുക, ആക്ച്വൽ എക്സ്പാൻഷൻ ഈക്വൽ ടു പ്രീ എക്സ്പാൻഷൻ ഓഫ് ദ മെറ്റീരിയൽ പ്ലസ് എക്സ്പാൻഷൻ ഡ്യൂ ടു ടെൻസൈൽ ഓർ കംപ്രസീവ് സ്ട്രെസ്. നെക്സ്റ്റ് നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ട ഇക്വേഷനാണിത്. ആക്ച്വൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ആ ഒരു മെറ്റീരിയലിൻ്റെ ഫ്രീ എക്സ്പാൻഷനും കൂടാതെ ആ മെറ്റീരിയലിലെ ടെൻസൈലോ കംപ്രസീവോ സ്ട്രെസ് മൂലമുണ്ടാകുന്ന എക്സ്പാൻഷനും കൂടി സമപ്പ് ചെയ്യുന്നതാണ്. അതാണ് സെക്കൻഡ് പോയിൻ്റായിട്ട് എഴുതിയിരിക്കുന്നത്. α1 TL പ്ലസ് σ1 ബൈ E1 ഇൻറ്റു L ഈക്വൽ ടു α2 TL പ്ലസ് σ2 ബൈ E2 ഇൻറ്റു L, where capital letter T represents rise in temperature and E1 E2 represents Young's modulus of bar 1 and 2. നെക്സ്റ്റ്, thermal stresses in composite parts. നമ്മളിവിടെ ബ്രാസും സ്റ്റീലും കൊണ്ടൊരു കോമ്പോസിറ്റ് ബാറാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ലെറ്റ് ദ കോമ്പോസിറ്റ് ബാർ ബി ഹീറ്റഡ് ടു സം ടെമ്പറേച്ചർ. അപ്പോൾ α ബി ഗ്രേറ്റർ ദാൻ αS ആണ്. അതായത് ബ്രാസിൽ കംപ്രസീവ് സ്ട്രെസ്സും സ്റ്റീലിൽ ടെൻസൈൽ സ്ട്രെസ്സുമാണ് ആക്ട് ചെയ്യുന്നത്. നൗ ഹിയർ AB represents area of cross section of brass, sigma B stress in brass, epsilon B strain in brass, alpha B coefficient of linear expansion for brass, EB represents Young's modulus for brass, AS represents area of cross section of steel, sigma is stress in steel, alpha is coefficient of linear expansion for steel, ES Young's modulus of steel, and delta actual expansion of composite bars. Now load on brass PB equal to sigma B into AB. Load on steel sigma S equal to sigma S into AS. ഓൾസോ നമുക്കറിയാം ഈ കോമ്പോസിറ്റ് ബാർ റിജിഡ്ലി ഫിക്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് PB ഈക്വൽ ടു PS ആണ്. ദാറ്റ് ഈസ് സിഗ്മ ബി AB ഈക്വൽ ടു സിഗ്മ എസ് AS. ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ഈക്വൽ ടു ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ. ബട്ട് ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് ഫ്രീ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ പ്ലസ് എക്സ്പാൻഷൻ ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ് ഇൻ സ്റ്റീൽ. സ്റ്റീലിൽ ഏത് സ്ട്രെസ്സാണ് ആക്ട് ചെയ്യുന്നത്? ടെൻസൈൽ സ്ട്രെസ്. സോ α is TL പ്ലസ് സിഗ്മ S by S ഇൻറ്റു L. നെക്സ്റ്റ്, ഓൾസോ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസിൻ്റെ എന്താണ് ഇക്വേഷൻ? പ്രീ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് മൈനസ് എക്സ്പാൻഷൻ ഡ്യൂ ടു കംപ്രസീവ് സ്ട്രെസ് ഇൻ ബ്രാസ്. അതായത് ഇവിടെ എന്താണ് നെഗറ്റീവ് വന്നത്? കംപ്രസീവ് സ്ട്രെസ്സാണ് ബ്രാസിൽ ആക്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്. സോ ഇക്വേഷൻ α B TL മൈനസ് സിഗ്മ B by B ഇൻറ്റു L. അപ്പോൾ ഈ രണ്ട് ബ്രാസിൻ്റെയും സ്റ്റീലിൻ്റെയും ഇക്വേഷൻ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷനാണ് α B T മൈനസ് സിഗ്മ B by E ഈക്വൽ ടു α S ഇൻറ്റു TL പ്ലസ് സിഗ്മ S by S.
ഓക്കെ, നമുക്കിനി ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം നോക്കാം. A steel tube of 30 mm external diameter and 25 mm internal diameter encloses a gunmetal rod of 20 mm diameter to which it is rigidly joined at each end. The temperature of the whole assembly is raised to 140 degrees Celsius and the nuts on the rod are then screwed lightly home on the ends of the tube. Find the intensity of stress in the rod when the common temperature has fallen to 30 degrees Celsius. The value of E of steel and gunmetal is 2.1 into 10 raised to 5 Newton per millimeter square and 1 into 10 raised to 5 Newton per millimeter square respectively. The linear coefficient of expansion for steel and gunmetal is 12 into 10 raised to minus 6 per degree Celsius and 20 into 10 raised to minus 6 per degree Celsius. Okay, അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡീറ്റെയിൽസ് എഴുതാം. Diameter of gunmetal rod 20 mm, area of gunmetal rod AG equal to pi by 4 into 20 square equal to 100 pi millimeter square. Area of steel tube നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് എക്സ്റ്റേണൽ ഡയമീറ്റർ 30 mm ഇൻറ്റേർണൽ ഡയമീറ്റർ 25 mm ആയതുകൊണ്ട് നമ്മൾ ഏരിയ കണ്ടുപിടിക്കുമ്പോൾ pi by 4 into 30 square minus 25 square എന്ന് എഴുതണം. അപ്പം നമുക്ക് കിട്ടും 68.75 pi millimeter square എന്ന്. പിന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ടെമ്പറേച്ചർ ഓഫ് ഹോൾ അസംബ്ലി ആദ്യം 140 ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് റേസ് ചെയ്തു, പിന്നെ അത് 30 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഫോളൻ ചെയ്തെന്ന്. സോ നമ്മൾ ഫോളിൻ ടെമ്പറേച്ചർ കണ്ടുപിടിച്ചു. 140 ഡിഗ്രി മൈനസ് 30 ഡിഗ്രി ഈക്വൽ ടു 110 ഡിഗ്രി. ദെൻ ഇ എസ് എന്ന് പറയുന്നത് 2.1 into 10 raised to 5 Newton per millimeter square. ഇ ജി 1 into 10 raised to 5 Newton per millimeter square. ആൽഫ is 12 into 10 raised to minus 6 per degree Celsius. Alpha G 20 into 10 raised to minus 6 per degree Celsius. Sigma S stress in steel tube. Sigma G stress in gunmetal rod. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആൽഫ ജി ഈസ് ഗ്രേറ്റർ ദാൻ ആൽഫ എസ്, അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ ഹെൻസ് ദ ഫ്രീ കൺട്രാക്ഷൻ ഓഫ് ദ ഗൺമെറ്റൽ റോഡ് വിൽ ബി മോർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ വെൻ ദർ ഇസ് ഫോൾ ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഫാൾ ഉണ്ടാകുമ്പോൾ ഗൺമെറ്റലിൻ്റെ ഫ്രീ കൺട്രാക്ഷൻ എന്ന് പറയുന്നത് സ്റ്റീലിനെക്കാട്ടിലും മോർ ആയിരിക്കും. ബട്ട് സിൻസ് ദ എൻഡ്സ് ഓഫ് റോഡ്സ് ഹാവ് ബീൻ കൺട്രാക്ട് ബൈ ദ സെയിം എമൗണ്ട്. എന്നിരുന്നാലും ആ റോഡ്സിൻ്റെ എൻഡ്സ് എന്ന് പറയുന്നത് സെയിം എമൗണ്ടിൽ തന്നെ കൺട്രാക്ട് ചെയ്യും. ദ ഫ്രീ കൺട്രാക്ഷൻ ഓഫ് ദ ഗൺമെറ്റൽ റോഡ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ കോമൺ കൺട്രാക്ഷൻ. ഗൺമെറ്റൽ റോഡിൻ്റെ ഫ്രീ കൺട്രാക്ഷൻ എന്ന് പറയുന്ന കോമൺ കൺട്രാക്ഷനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. Whereas the free contraction of steel tube will be less than the common contraction. അപ്പോൾ കോമൺ കൺട്രാക്ഷനേക്കാളും ലെസ് ആയിരിക്കും സ്റ്റീൽ ട്യൂബിൻ്റെ ഫ്രീ കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുമൂലം സ്റ്റീൽ ട്യൂബിന് കംപ്രസീവ് സ്ട്രെസ്സും ഗൺമെറ്റലിന് ടെൻസൈൽ സ്ട്രെസ്സുമായിരിക്കും സംഭവിക്കുക. ഫോർ ദ ഇക്വിലിബ്രിയം ഓഫ് ദ സിസ്റ്റം ടോട്ടൽ കംപ്രസീവ് ഫോഴ്സ് ഇൻ സ്റ്റീൽ എന്ന് പറയുന്നത് ടോട്ടൽ ഫോഴ്സ് ഇൻ ഗൺമെറ്റലിനോട് ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ആൽഫ എസ് എ എസ് എന്ന് പറയുന്നത് ഈക്വൽ ടു സിഗ്മ ജി ഇൻറ്റു എ ജി ആണ്. സോ അതിൽ നിന്ന് നമുക്ക് സിഗ്മ എസിനൊരു ഇക്വേഷൻ കണ്ടുപിടിക്കാം, സിഗ്മ ജി ഇൻറ്റു എ ജി ബൈ എ എസ്. ദാറ്റ് ഈസ് നമുക്ക് കിട്ടും സിഗ്മ എസ് ഈക്വൽ ടു 1.4545 സിഗ്മ ജി എന്നൊരു വാല്യൂ നമുക്ക് കിട്ടും. Therefore, actual contraction of steel equal to actual contraction of gunmetal rod. But actual contraction of steel എന്ന് പറയുന്നത് ഫ്രീ contraction of steel plus contraction due to compressive stress in steel. That is alpha s into TL plus sigma s by s into L. Actual contraction of gunmetal equal to free contraction of gunmetal minus expansion due to tensile stress in gunmetal. That is alpha g TL minus sigma g divided by E g into L. നമ്മൾ ഈ രണ്ട് വാല്യൂസും കൂടി ഇക്വേറ്റ് ചെയ്യുകയാണ്. ആൽഫ എസ് ടി എൽ പ്ലസ് സിഗ്മ എസ് ബൈ എസ് ഇൻറ്റു എൽ ഈക്വൽ ടു ആൽഫ ജി ടി എൽ മൈനസ് സിഗ്മ ജി ബൈ ജി ഇൻറ്റു എൽ. എന്നിട്ട് നമ്മൾ എല്ല് കോമൺ എടുത്തു, അത് ക്യാൻസലാക്കി കളഞ്ഞു. അത് കഴിഞ്ഞുള്ള ഫൈനൽ ഇക്വേഷനാണിത്. അതിലേക്ക് നമ്മൾ വാല്യൂ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് 1.4545 സിഗ്മ ജി ഡിവൈഡ് ബൈ 2.1 into 10 raised to 5 പ്ലസ് സിഗ്മ ജി ഡിവൈഡ് ബൈ 1 into 10 raised to 5 equal to 20 into 10 raised to minus 6 into 110 minus 12 into 10 raised to minus 6 into 110. ഇതിൽ നിന്നും നമുക്ക്
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ഇക്വേഷനാണ് 3.5545 സിഗ്മ ജി ഈക്വൽ ടു, അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 18×10⁻⁶ ഇൻറ്റു 110 ഇൻറ്റു 2.1×10⁵ നമുക്ക് 184.8 എന്ന് കിട്ടും. അപ്പം നമ്മൾ സിഗ്മ ജി കണ്ടുപിടിക്കും 184.8 ഡിവൈഡഡ് ബൈ 3.5445 ഈക്വൽ ടു, നമുക്ക് സിഗ്മ ജിയുടെ വാല്യൂ കിട്ടി 51.99 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന്. നമ്മളതുപോലെ നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടുപിടിച്ചിരുന്നു, സിഗ്മ എസ് ഈക്വൽ ടു 1.4545 സിഗ്മ ജി എന്ന്. അതിൽ നിന്ന് നമുക്ക് സിഗ്മ എസിൻ്റെ വാല്യൂ കിട്ടും 75.62 ന്യൂട്ടൺ പെർ മില്ലിമീറ്റർ സ്ക്വയർ എന്ന്. താങ്ക് യു.